ഹായ് ഹലോ ഹവാരി ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ ഈദിൻ്റെ വിശേഷങ്ങളായിട്ട് വന്നിട്ടുള്ളത് നമ്മൾ ഗെറ്റ് ടുഗദറിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുള്ളത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വൈകുന്നേരം ഫയർ വർക്ക്സ് ചെയ്തിരുന്നു കുട്ടികൾക്ക് വേണ്ടിയിട്ട്. പല കുട്ടികളും ഇതിൽ ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ വരുന്നത്. അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. കത്തിച്ചോ. മുറ്റത്തൊക്കെ പോയിക്കാം. ഞാൻ ഒന്ന് മേശ പോയിക്കാൻ ഞാനൊരു മേശ പോയി പാത്തു പേടിച്ചു. അഭിനന്ദ വേണ്ടിച്ചോ. ചെടി വിളിക്കുന്നാവില്ല. ഉണ്ട് അത് വേഗം അടുത്തോണ്ട് കത്തിച്ചോ. അതൊന്ന് കത്തിക്കാണെങ്കിലും അല്ല ഇപ്പൊ തീരും. കഴിഞ്ഞു മുജാഹിദ് വിളിക്കാം ഹാത്തിനെ. അങ്ങനെ കമ്പിത്തിരി മത്താപ്പൂ തലച്ചക്രം ഒക്കെ പൊട്ടിക്കുന്നതിനിടയിൽ കുറച്ച് ഓലപ്പടക്കം വാങ്ങിച്ചിട്ടുണ്ടായിട്ടാ. അപ്പോൾ എൻ്റെ ബ്രദർ ജാസി അതിങ്ങനെ എടുത്ത് കത്തിച്ച് അങ്ങനെ വിടുന്നതിന് മുമ്പ് കയ്യിലുണ്ടല്ല ജസ്റ്റ് കയ്യിൽ നിന്ന് പോയ ഉടനെ അങ്ങോട്ട് പൊട്ടി. എല്ലാവരും പേടിച്ചു പോയിട്ടോ. പിന്നെ വാപ്ചിക്കാണെങ്കിൽ ഇങ്ങനെ അത് ഭയങ്കര ഷാർപ്പ് സൗണ്ട് ആയിരുന്നു. സാധാരണ ഓലപ്പടക്കം ഭയങ്കര ഷാർപ്പ് സൗണ്ട് ആയിരുന്നു. വാപ്ചിക്ക് പിന്നെ വാപ്ചി പറഞ്ഞു ഇങ്ങനെ വേണ്ട പടക്കം പൊട്ടിക്കേണ്ട ബാക്കിയുള്ളതൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഗേറ്റിൻ്റെ പുറത്ത് കൊണ്ട് വെച്ചിട്ട് ഇങ്ങനെ ഓരോന്ന് പൊട്ടിക്കുന്നു. അപ്പോൾ പിന്നെ ഓരോന്നിരുന്ന് പൊട്ടുമ്പോൾ പിള്ളേർക്കാണെങ്കിലും ഓരോ ഞെട്ടലായിരുന്നു. അതിനെ പിന്നെ ഞങ്ങൾ തീരുമാനിച്ച് കുറച്ച് നേരമൊക്കെ കാക്കിനെ പൊട്ടിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ തീരുമാനിച്ച് എല്ലാം കൊണ്ട് ഒരുമിച്ചിട്ട് പൊട്ടിക്കാമെന്ന്. അപ്പോൾ കുറച്ച് കാക്ക് പൊട്ടിക്കണം നമുക്ക് കാണാം. ചെവി കൊത്തിക്കോളെ ജസ്റ്റ് കത്തും പൊരി മതി. ഇപ്പോൾ കണ്ട ഈ തലച്ചക്രം പൊട്ടുന്ന വീഡിയോ ഞാൻ ഇടാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ
അപ്രതീക്ഷിതമായിട്ടൊരു തലച്ചക്രം കറങ്ങിക്കൊണ്ടിരിക്കണേ പെട്ടെന്ന് അതങ്ങ് പൊട്ടിത്തെറിച്ചു. അപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്ത് നിൽക്കുകയാണെങ്കിലൊക്കെ നമ്മുടെ മേത്തൊക്കെ അതിന് സ്പാർക്ക് വീഴാനും എന്തെങ്കിലും ഫയറൊക്കെ നമ്മുടെ മേത്ത് തട്ടാനൊക്കെ സാധ്യത ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്ന് എല്ലാവരും ഒന്ന് വിജിലൻ്റ് ആക്കുക എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് ഇട്ടത് കേട്ടോ. കാരണം ഈ തലച്ചക്രം എന്ന് പറഞ്ഞ സാധനം നമ്മൾ കാണുമ്പോൾ ഭയങ്കര സിമ്പിളാണ്, ചെറുതാണ്, ചെറിയ പൊരി മാത്രമല്ലേ ചുറ്റും വരുന്നുള്ളൂ എന്ന് വിചാരിക്കും. പക്ഷേ ഇതുപോലെ പലപ്പോഴും ഇങ്ങനെ പൊട്ടിത്തെറിക്കാറുണ്ട്. ഇതിന് മുമ്പ് ഞങ്ങൾ നമ്മൾ ഈ വീട്ടിൽ വെച്ചിട്ട് ഇങ്ങനെ പൊട്ടിച്ചപ്പോൾ അല്ല ഇങ്ങനെ കത്തിച്ചപ്പം ഈ തലച്ചക്രം പൊട്ടിത്തെറിച്ചായിരുന്നു. അപ്പോൾ ആ അപകടം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇത് പൊട്ടിക്കുമ്പോൾ നീങ്ങിക്കുക. കാണുന്നതൊക്കെ സന്തോഷം തന്നെ, നമുക്ക് അടുത്ത് നിൽക്കുമ്പോഴൊക്കെ സന്തോഷം തന്നെ. പക്ഷേ ഇതുപോലെ മേശപ്പൂ അതെ, മറ്റേ മൂളിപ്പൂ, ചിലയിടത്ത് മൂളിപ്പൂ എന്ന് പറയും, ചിലയിടത്ത് മേശപ്പൂ എന്ന് പറയും. ആ സംഭവം അതെ പലപ്പോഴും അപകടം ഉണ്ടായിട്ടുള്ള സാധനമാണ്. നമ്മൾ ചെറിയ നിസ്സാരമാണ്, അധികം മരുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ചിലത് അങ്ങനെ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് പറയാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാനതുകൊണ്ട് ഉൾപ്പെടുത്തിയത് കേട്ടോ. അപ്പം നിങ്ങളൊക്കെ പെരുന്നാളിന് ഇതേപോലെ ചെറിയ ചെറിയ ഫയർ വർക്ക്സ് ഒക്കെ ചെയ്തിരുന്നു. അതുപോലെ ഈ കത്തിച്ച സംഭവങ്ങൾക്കൊക്കെ നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുക? അപ്പം ഞങ്ങൾ തലച്ചക്രം, മേശപ്പൂ, അങ്ങനെയൊക്കെ കമ്പിത്തിരി ഇങ്ങനെയൊക്കെ പറഞ്ഞ സംഭവങ്ങൾ നിങ്ങളെന്താ പറയുക എന്നുള്ളതൊന്നും താഴെ കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണുള്ളത്. ഞങ്ങളെല്ലാവരും കൂടെ ഒരു ഗെറ്റ് ടുഗദർ എൻജോയ് ചെയ്യുക. കുട്ടികൾക്കൊക്കെ ഒന്ന് ഇപ്പോൾ ആ കുഞ്ഞുമക്കളൊക്കെ ആദ്യമായിട്ടാണ്, എൻ്റെ പിള്ളേർ ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ്, ബാക്കി കുറച്ച് പേരൊക്കെ ആദ്യമായിട്ടാണ്. അപ്പോൾ അവർക്ക് ഒരു സന്തോഷം എന്നുള്ള രീതിയിൽ നമ്മൾ ജസ്റ്റ് കുറച്ച് മാത്രം വാങ്ങിച്ച് ചെയ്തതാണ് കേട്ടോ. അധികം അതിനുവേണ്ടി കാശ് കളയുക എന്നുള്ളതൊന്നുമല്ല, നമുക്ക് കുട്ടികൾക്കൊരു സന്തോഷത്തിന് എന്നുള്ള രീതിയിൽ കുറച്ച് ചെയ്തതാണ്. അപ്പോൾ അത്ര തന്നെ ഉള്ളൂ. നിങ്ങളുടെ വിശേഷങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ ബൈ, താങ്ക് യു.